ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. അടുത്തതായിട്ട് ന്യൂക്ലിയർ ഫ്യൂഷനെ പറ്റിയിട്ട് നോക്കാം. സോ ന്യൂക്ലിയർ ഫ്യൂഷനെ പറ്റി പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. മാത്രമല്ല അതിനെ പറ്റിയിട്ട് കുറേ അധികം നമുക്ക് ഇപ്പോൾ റിസർച്ച് എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ എന്താണെന്നുള്ളത് നോക്കി നോക്കാം. നോ ഇവിടെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ കണ്ടതാണ് എനർജി ക്യാൻ ബി റിലീസ്ഡ് ഇൻ ന്യൂക്ലിയർ റിയാക്ഷൻസ് ഇൻ ദ പ്രോസസ് ഓഫ് ഫിഷൻ ഓർ ഫ്യൂഷൻ. ഫിഷൻ എന്ന് പറഞ്ഞാൽ ഹെവിയർ ആയിട്ടുള്ള ഒരു ന്യൂക്ലിയയെ നേരെ സ്പ്ലിറ്റ് ചെയ്തിട്ട് രണ്ട് ലൈറ്റർ ന്യൂക്ലിയ ആയിട്ട് മാറ്റുന്ന മെത്തേഡാണ്. ഇനി ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ നേരെ ഓപ്പോസിറ്റാണ്. ദാറ്റ് ഈസ് ടു ലൈറ്റ് ന്യൂക്ലിയായി കമ്പൈൻ ടു ഫോം എ ഹെവിയർ ന്യൂക്ലിയസ്. അപ്പോൾ ഇതിനകത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ ദ എനർജി റിലീസ് ഇൻ ദിസ് പ്രോസസ് ഇസ് ദ എക്സസ് ബൈൻഡിങ് എനർജി ഓഫ് ദ ഹെവി ന്യൂക്ലിയസ്. അതായത് ആ രണ്ട് ലൈറ്റർ ന്യൂക്ലിയയും കൂടി ചേർന്നിട്ടുണ്ടാകുന്നതിനേക്കാളേറെ അപ്പോൾ അതിനകത്ത് നിന്നുണ്ടാകുന്ന അതിൻ്റെ ആ എക്സസ് ബൈൻഡിങ് എനർജി ആയിരിക്കും ഹെവി ന്യൂക്ലിയസ് ഉണ്ടാവുക. അതായത് ഹെവി ന്യൂക്ലിയസിൻ്റെ ബൈൻഡിങ് എനർജി വ്യത്യാസമുണ്ടാവും. ആ എക്സസ് ബൈൻഡിങ് എനർജിയാണ് ഇവിടെ എനർജി റിലീസ്ഡ് ആയിട്ടുണ്ടാവുക. സോ ദിസ് പ്രോസസ് ക്യാൻ റിലീസ് എനർജി ആസ് ലോങ് ആസ് ദ ഫൈനൽ ന്യൂക്ലിയസ് ഈസ് ബിലോ എ ഈക്വൽ ടു 60. സോ ഏകദേശം എ ഈസ് ലെസ് ദാൻ 60 ആണെങ്കിൽ ഈ പ്രോസസ്സ് നമുക്കിവിടെ കണ്ടിന്യൂ ചെയ്യാം. സോ എക്സാമ്പിളായിട്ട് നമുക്ക് ഈ ഒരു റിയാക്ഷൻ നോക്കാം. ദാറ്റ് ഈസ് 1H2 plus 1H2 will give 1H3 plus 1H0. In this case, the Q value is 4 mega electron volt. That is, this nuclear reaction liberates about 1 mega electron volt per nucleon. That will be the same as the fission reaction. So, the reaction can, let's check out the conditions. എങ്ങനെയാണ് ഇങ്ങനെ റിയാക്ഷൻ നടത്താൻ പറ്റുക നോക്കാം. അതായത് ഇതിനകത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ഡ്യൂട്ടീരിയം ടാർഗറ്റിൻ്റെ മുകളിൽ ബീം ഓഫ് ന്യൂട്രോൺസിനെ കൊണ്ട് നമുക്കത് ബൊമ്പാർഡ് ചെയ്യിക്കണം. അതായത് ഒരെണ്ണം നമ്മൾ ഫിക്സ് ആക്കി വെച്ചിട്ട് ബാക്കിയുള്ളതിന് മുകളിലേക്ക് ബൊമ്പാർഡ് ചെയ്യണം. എന്നാൽ മാത്രമേ ഇത് പറ്റുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് വരുന്ന ടാർഗറ്റ്, അതായത് ഇത് ടാർഗറ്റിൻ്റെ മുകളിലേക്ക് വരുന്ന ഈ ഇൻസിഡൻറ്റ് ബീംസിൻ്റെ ഇറ്റ് ഷുഡ് ഓവർകം ദ മ്യൂച്വൽ കൊളംബിക് റിപ്പൾഷൻ ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾസ്. ഓക്കെ, അപ്പോൾ അത് ക്രോസ് ചെയ്താൽ മാത്രമേ ഇത് പറ്റുകയുള്ളൂ. സോ നമുക്ക് അപ്പോൾ ഇതിൻ്റെ ഉണ്ടാവുന്ന ഈ ഫ്യൂഷൻ എനർജി എത്രയാണെന്നുള്ളത് നോക്കി നോക്കാം. സോ ഇതിനകത്ത് എന്ന് പറഞ്ഞാൽ ദ ഫ്യൂഷൻ എനർജി ഫോർ ഡ്യൂട്ടീരിയം. അപ്പോൾ അതിനകത്ത് ഉണ്ടാവുന്ന ഈ ഫ്യൂഷൻ എനർജി എന്നുള്ളത് അത് ഇപ്പോൾ നമ്മൾ സപ്പോസ് വി ആർ ജസ്റ്റ് ടേക്കിംഗ് ഔട്ട് വി ആർ ലിബറേറ്റിംഗ് ദ ഫ്യൂഷൻ എനർജി ഫ്രം ഓർഡിനറി വാട്ടർ. സോ ഓർഡിനറി വാട്ടറിനകത്ത് ഏകദേശം 0.15% D2O ഉണ്ട്. അതായത് അതിനകത്ത് അത്രയും ഡ്യൂട്ടീരിയം ഉണ്ട്. അതിനകത്തുനിന്ന് ഉണ്ടാവുന്ന എനർജി എന്നുള്ളത് ദാറ്റ് ഈസ് ഇക്വലൻറ്റ് ടു ദ കെമിക്കൽ എനർജി ഓഫ് ബേണിംഗ് ഓഫ് 300 liters ഓഫ് ഗ്യാസോലിൻ. ഗ്യാസോലിൻ എന്ന് പറഞ്ഞാൽ അമേരിക്കക്കാർ പെട്രോളിന് യൂസ് ചെയ്യുന്ന ടേമാണ്. സോ ഗ്യാസോലിൻ 300 liters ബേൺ ചെയ്യുന്ന അത്രയും എനർജിയാണ് 1 liter ഓഫ് ഓർഡിനറി വാട്ടറിലുള്ള ഡ്യൂട്ടീരിയത്തിൽ നിന്ന് ഉണ്ടാകുന്നത്. സോ ദാറ്റ് മീൻസ് ദർ വിൽ ബി എ ലാർജ് ക്വാണ്ടിറ്റി ഓഫ് എനർജി ലിബറേറ്റഡ്. സോ എങ്ങനെയാണത് നോക്കുക? ഈ ഒരു റിയാക്ഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ സോ ദാറ്റ് മീൻസ് യു ഹാവ് ടു ഓവർകം ദ കൊളംബിക് റിപ്പൾഷൻ ബിറ്റ്വീൻ ദ ടു പാർട്ടിക്കിൾസ്. അതായത് രണ്ട് ഡ്യൂട്ടീരിയം ന്യൂക്ലിയസ് ഓവർകം ചെയ്തിട്ട് വരണമെന്നുണ്ടെങ്കിൽ അപ്പോൾ അത് രണ്ടും കൂടി ഓവർകം ചെയ്തിട്ട് ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ദർ ഇസ് എ കൊളംബിക് റിപ്പൾഷൻ ബിറ്റ്വീൻ ദി ടു പാർട്ടിക്കിൾസ്. അതിനെ ഓവർകം ചെയ്യണം. അപ്പോൾ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മെത്തേഡാണ് ഈ ഡ്യൂട്ടീരിയത്തിനെ അവിടെ ഒരു സ്ഥലത്ത് ഒരു ഡ്യൂട്ടീരിയം ടാർഗറ്റായിട്ട് വയ്ക്കുക, ഡ്യൂട്ടീരിയം ഗ്യാസ്. അതിലേക്ക് ഹൈ ബീം ആയിട്ടുള്ള ഡ്യൂട്ടീരിയം തന്നെ നമുക്ക് അതിനകത്തേക്ക് ബൊമ്പാർഡ് ചെയ്യാം. ദാറ്റ് ഈസ് അനദർ പോസിബിലിറ്റി. പക്ഷേ അതിനകത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ വളരെ അധികം എമൗണ്ട് ഓഫ് എനർജിയും നമുക്കധികം കിട്ടണമില്ല. ബിക്കോസ് ദിസ് വിൽ ക്രിയേറ്റ് ഓൺലി സ്മോൾ എമൗണ്ട് ഓഫ് എനർജി. കാരണം നമുക്കത് ടിപ്പിക്കൽ ആക്സിലറേറ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്നുണ്ടാവുന്ന ബീം കറൻസ് ഒന്നും അത്ര ഹയർ ആവില്ല. ദാറ്റ് ഈസ് ദ ബീം കറൻസ് ആർ അബൌട്ട് മൈക്രോ ആംപിയർ റേഞ്ച്. സോ ദിറ്റ് വിൽ പ്രൊഡ്യൂസ് ഓൺലി ഫ്യൂ വാട്ട്സ്. പക്ഷേ നമുക്ക് ആവശ്യമെന്ന് പറഞ്ഞാൽ വളരെ ഹൈ ആയിട്ടുള്ള എനർജിയാണ്. സോ ലെറ്റ്സ് ചെക്ക് ഔട്ട് വാട്ട് ഈസ് ദ എനർജി നീഡഡ് ദാറ്റ്. അപ്പോൾ നമുക്കൊരു റേഡിയസ് ഓഫ് ന്യൂട്രോൺ എന്ന് പറഞ്ഞാൽ ഏകദേശം 1.5 femtometer ആണ് എന്നുള്ളത് അസ്യൂം ചെയ്യുക, അല്ലെങ്കിൽ 1.5 ഫെർമി. Now, if you are keeping 2 neutrons 3 femtometer away,
it will have a electrostatic potential energy of 0.5 MeV. Okay, that means ഒരു ഡ്യൂട്രോൺ അതിനകത്തേക്ക് ഇത്രയും എനർജി ഓവർകം ചെയ്താൽ മാത്രമേ അതിനായിട്ട് കമ്പൈൻ ചെയ്യുള്ളൂ. ദാറ്റ് മീൻസ് ദ ടാർഗറ്റ് ആൻഡ് ദ ബീം, ഇൻസിഡൻറ്റ് ബീം ഷുഡ് ഹാവ് ആൻ എനർജി ഓഫ് 0.5 MeV. അതായത് 0.5 MeVയിൽ വരുന്ന ഒരു ഡ്യൂട്രോൺ ടാർഗറ്റ്, ഒരു ഡ്യൂട്രോൺ ബീമിന് മാത്രമേ മറ്റൊരു ഡ്യൂട്രോണിൻ്റെ ആ ഒരു റിപ്പൾഷൻ ഇത് ഓവർകം ചെയ്യാൻ പറ്റുകയുള്ളൂ. So and that's why we are getting only small amount of energy. So another method എന്ന് പറഞ്ഞാൽ ഈ ഡ്യൂട്ടീരിയത്തിനെ ഹയർ ടെമ്പറേച്ചറിലേക്ക് റൈസ് ചെയ്യുക. ദാറ്റ് മീൻസ് when you increase the temperature of the deuterium gas, suppose each deuterium atom about 0.5 MeV of thermal kinetic energy ഉണ്ട് എന്ന് assume ചെയ്യുക. That is thermonuclear fusion. That means a collision between the two deuterium atoms will have an energy of 0.5 MeV. അതായത് 2.25 കൂടി ചേർത്തിട്ട് 0.5 MeV ഉണ്ടാവും. And that energy is sufficient to overcome the Coulomb repulsion. പക്ഷേ അതെങ്ങനെയാണ് പറ്റുക? അത്ര ഇത് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ ഒരുപാട് പ്രശ്നമുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഗ്യാസ് മോളിക്യൂൾസിൻ്റെ കേസിലൊന്ന് നോക്കി നോക്കാം. യു നോ ദാറ്റ് the energy, thermal energy for a gas molecule is half kBT. അത് 0.525 MeV ആവണമെന്നുണ്ടെങ്കിൽ the temperature will be very high. That is, it will be of the order of 10⁻⁹ Kelvin. അപ്പോൾ ഇത്രയും ഒരു ടെമ്പറേച്ചർ എങ്ങനെയാണ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുക? അതായത് ബിക്കോസ് നോർമൽ കണ്ടീഷൻസിൽ ഇത്രയും അല്ലെങ്കിൽ നോർമൽ കണ്ടീഷൻസിൽ ഇത്രയും ഇൻറ്റൻസ് ടെമ്പറേച്ചർ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. ബട്ട് ദീസ് കണ്ടീഷൻസ് ഡു എക്സിസ്റ്റ് ഇൻ ദ ഇൻറ്റീരിയർ ഓഫ് ദ സ്റ്റാർസ്. ദാറ്റ് ഈസ് വൈ the energy produced, the energy of mechanism of energy production in stars are mainly fusion. സോ എന്താണ് ഈ ഫ്യൂഷൻ? സ്റ്റാർസിൽ യൂസ് ചെയ്യുന്ന ഫ്യൂഷൻ എന്നുള്ളത് നമുക്ക് അതിനകത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫ്യൂഷൻ റിയാക്ഷൻ എന്താണെന്നുള്ളത് നോക്കാം. ദ റിയാക്ഷൻ ഈസ് ദിസ് വൺ: 4 protons combine to make 1 helium nucleus. ദാറ്റ് ഈസ് സ്റ്റാർസിൻ്റെ കേസ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ, ഈ സ്റ്റാർസിൻ്റെ കേസിൽ എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ മോസ്റ്റ് ഓഫ് ദ നോർമൽ ഹൈഡ്രജൻ ഉണ്ടാവുക, അധികം ഹീലിയം ആയിരിക്കില്ല. സോ ഹീലിയം, ഈ ഡ്യൂട്ടീരിയത്തിൻ്റെ പകരം നോർമൽ ഹൈഡ്രജൻ ഉണ്ടാവുക. സോ അതിനകത്തുള്ള റിയാക്ഷൻ പറഞ്ഞാൽ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ടു കൺവേർട്ട് ദ ഹൈഡ്രജൻ ഇൻ ടു ഡ്യൂട്ടീരിയം. ദിസ് ഈസ് അച്ചീവ്ഡ് ബൈ ദിസ് റിയാക്ഷൻ. ദറ്റ് ഈസ് 1H1 plus 1H1 will give 1H2 plus 1 positron plus a neutrino. That is, this process involves a proton to a neutron and is analogous to beta decay processes. Okay. Now, once we have this deuterium, the next reaction can occur is the deuterium combines with proton to produce a helium nuclei like this, 2He3 with a gamma ray. And ഇതിങ്ങനത്തെ രണ്ട് റിയാക്ഷൻസ് വന്നു കഴിഞ്ഞാൽ രണ്ട് ഹീലിയം ന്യൂക്ലിയർ പ്രൊഡ്യൂസ് ആൻഡ് ഇറ്റ് വിൽ കമ്പൈൻ 2He3 plus 2He3 will give 2He4 plus 2 protons. സോ ഇവിടെ രണ്ട് എക്സ്ട്രാ പ്രോട്ടോൺസ് വന്നിട്ടുണ്ട്. ഓക്കെ, ദാറ്റ് മീൻസ് ദ ഫസ്റ്റ് 2 റിയാക്ഷൻസ് മസ്റ്റ് occur twice in order to produce 3He. So we will get the right next process as 4 1H plus will give 2He, that is 2 helium nucleus plus the helium nucleus plus 2 positrons plus 2 neutrino plus 2 gamma rays. Okay, so maybe I can write it as a schematic like this. ഇങ്ങനെ ഒരു സ്കീമാറ്റിക് ആയിട്ട് എനിക്ക് അത് വരയ്ക്കാൻ പറ്റും. ദറ്റ് ഈസ് 2 പ്രോട്ടോൺസ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്തു, 1 പോസിട്രോൺ പ്ലസ് ന്യൂട്രിനോ, ആൻഡ് 2 പ്രോട്ടോൺസ് പ്രൊഡ്യൂസ് 1 പോസിട്രോൺ പ്ലസ് ന്യൂട്രിനോ. ഇവിടെ ഇങ്ങനെ 2 ന്യൂക്ലിയസ് ആയി, ആൻഡ് ദർ ഇസ് അനദർ പ്രോട്ടോൺ വിച്ച് കമ്പൈൻസ് വിത്ത് ദ ലിബറേഷൻ ഓഫ് ഗാമ റേ. It will produce 2He and they combine to form 4He. There will be another 2 protons. Okay, this is the schematic diagram of the process of fusion. So അതാണ് പ്രോട്ടോൺസ് ടു ഹീലിയം ആവുന്ന ഈ ഒരു റിയാക്ഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് അതിനകത്ത് ഉണ്ടാവുന്ന എനർജി എത്രയാണ് എന്നുള്ളത് കൺസിഡർ ചെയ്ത് നോക്കാം.
The energy can be calculated by Q is equal to mi minus mf into c square. ഇനീഷ്യൽ മാസസ് എന്ന് പറഞ്ഞാൽ 4 ഹൈഡ്രജൻ അല്ലേ, അല്ലെങ്കിൽ പ്രോട്ടോൺസ്, മൈനസ് 1 ഹീലിയം ന്യൂക്ലിയസ് ഇൻറ്റു സി സ്ക്വയർ. ആൻഡ് ദാറ്റ് വിൽ ബി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് 26.7 MeV. ദാറ്റ് ഈസ് ഈച്ച് ഫ്യൂഷൻ liberates about 26.7 MeV of energy. Okay, that is the fusion reaction in stars. Now there are many other reactions also, but let's focus on some other factors such as fusion reactors. അപ്പോൾ എന്താണ് ഫ്യൂഷൻ റിയാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എ കൺട്രോൾഡ് തെർമോന്യൂക്ലിയർ റിയാക്ടർ, അതായത് ഫ്യൂഷൻ യു ആർ ഡൂയിങ് ഇറ്റ് ഇൻ എ കൺട്രോൾഡ്. സോ ദർ ആർ മെനി ഫ്യൂഷൻ റിയാക്ഷൻസ് പോസിബിൾ. ദ ഫസ്റ്റ് റിയാക്ഷൻ ഈസ് 2H plus 2H will give 3H, where an energy of 4 MeV is liberated. The next one will liberate about 3.3 MeV, and the third one 2H plus 3H will give 4He, okay, and along with the neutron will give 17.6 MeV. That means this cycle known as DT cycle. ഇപ്പോൾ ഈ ഒരു സൈക്കിളിനെ പറയുന്ന പേരാണ് DT cycle. So this is DT cycle, അഥവാ ഡ്യൂട്ടീരിയം ട്രിഷ്യം റിയാക്ഷൻ. ഓക്കെ, ഹാസ് ദ ലാർജസ്റ്റ് എനർജി. സോ ദിസ് ഇസ് ദ ബെസ്റ്റ് കാൻഡിഡേറ്റ് ഫോർ എ ഫ്യൂഷൻ റിയാക്ടർ. അപ്പോൾ എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്? അപ്പോൾ ഇത് ചെയ്യുന്നത് യു ആർ ഹീറ്റിംഗ് ദ ഡ്യൂട്ടീരിയം ഗ്യാസ് ടു എ ഹൈ ടെമ്പറേച്ചർ. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുന്നത് വെച്ചാൽ all the atoms becomes ionized, and what you are having is a gas of hot ionized particles, that is known as plasma. Now in a plasma you have to increase the probability of collisions between ions. അപ്പോൾ ഈ അയോൺസ് നമ്മൾ കൊളൈഡ് ചെയ്താൽ മാത്രമേ ഇങ്ങനെ റിയാക്ഷൻ വരുള്ളൂ. അപ്പോൾ അതെങ്ങനെയാണ് ഇൻക്രീസ് ചെയ്യുക? സോ യു നീഡ് 3 റിക്വയർമെൻറ്റ്സ് ഫോർ ദ പ്ലാസ്മ. അതായത് കൂടുതൽ കൊളീഷൻ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ you should have a high density N, that is the particle will have a high probability of collision, a high temperature T. So the temperature is about 10⁸ Kelvin, which means the probability of particles to penetrate the mutual Coulombic barrier, അത് രണ്ടും തമ്മിലുള്ള മ്യൂച്വൽ കൊളംബിക് റിപ്പൾഷൻ, അതിനെ ബ്രേക്ക് ചെയ്യാനുള്ള ടെമ്പറേച്ചർ വേണം. അടുത്തത് a long confinement time tau, that is during which the high temperature and density must be maintained. അപ്പോൾ ഇതിനകത്ത് ഫസ്റ്റ് കണ്ടീഷൻ ആൻഡ് തേർഡ് കണ്ടീഷൻ അത് സാധാരണ ഒരു പ്ലാസ്മയിൽ വരുന്ന ഒരു കണ്ടീഷനാണ്. ആൻഡ് ദ പവർ ഡിറൈവ്ഡ് ഫ്രം ദ ഫ്യൂഷൻ, സോ ദാറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു n² tau. അപ്പോൾ ആ ഒരു പവർ നമ്മൾ ഫ്യൂഷൻ പവർ എക്സീഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് മാത്രമേ നമുക്ക് അവിടെ ഫ്യൂഷൻ റിയാക്ടറായി പറ്റുകയുള്ളൂ. ദറ്റ് ഈസ് ദ കണ്ടീഷൻ ഈസ് n tau ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 10⁻20 s/m³. ഇങ്ങനെ വരുന്ന ഈ ഒരു കണ്ടീഷനെ പറയുന്ന പേരാണ് ലോസൺസ് ക്രൈറ്റീരിയ. അതായത് വാട്ട് ഈസ് ദ ക്രൈറ്റീരിയ ഫോർ ദ ഇൻപുട്ട് പവർ, ഫോർ ദ ഫ്യൂഷൻ പവർ ടു എക്സീഡ് ദ ഇൻപുട്ട് പവർ. കാരണം അതിനകത്ത് നമ്മൾ ഈ പറഞ്ഞ റിയാക്ഷൻ നടക്കാൻ വേണ്ടി നമ്മൾ ഇൻപുട്ട് പവർ കൊടുക്കണം. ആൻഡ് യു ഷുഡ് ഗെറ്റ് എ പവർ വിച്ച് ഷുഡ് ബി ഹയർ ദാൻ ദാറ്റ് ഓഫ് ദ ഇൻപുട്ട് പവർ. അത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള കണ്ടീഷനാണ് ലോസൺ ക്രൈറ്റീരിയൻ. ദാറ്റ് ഈസ് n tau ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 10⁻20. നൗ ഇതിനകത്തൊരു പ്രശ്നമുള്ള എന്താണെന്ന് വെച്ചാൽ ഇതിനെങ്ങനെയാണ് നമ്മൾ കൺഫൈൻ ചെയ്യുക എന്നുള്ളതാണ്. കാരണം പ്ലാസ്മ എന്ന് പറഞ്ഞാൽ ഹൈ ടെമ്പറേച്ചറാണ്. സോ യു ക്യാൻ യൂസ് എനി ഫിസിക്കൽ വാൾസ്, ബട്ട് ഇറ്റ് ഈസ് പോസിബിൾ ദാറ്റ് യു ക്യാൻ കൺഫൈൻ ദ പ്ലാസ്മ യൂസിങ് മാഗ്നറ്റിക് ഫീൽഡ്. ദറ്റ് ഈസ് കോൾഡ് മാഗ്നറ്റിക് കൺഫൈൻമെൻറ്റ്. ദറ്റ് ഈസ് intense magnetic fields are used to trap the motion of the particles. So the plasma is heated and compressed to a magnetic confinement
അപ്പോൾ അതിൻ്റെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. ഒരു ടോറോയിഡിൻ്റെ രൂപത്തിൽ, ടോറോയിഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അങ്ങനെ ഒരു ഡോനറ്റ് അല്ലെങ്കിൽ വടയുടെ ഷേപ്പിലുള്ളത്, ഈ രീതിയിലാണ് പ്ലാസ്മ നമ്മൾ കൺഫൈൻ ചെയ്യുന്നത്. സോ ഇതിനകത്ത് കൂടെ ഇപ്പോൾ നമുക്ക് ഇങ്ങനെ മൂവ് ചെയ്യുന്നില്ലേ, സോ ഈ ഇതിൽ കൂടെ ഇങ്ങനെ പ്ലാസ്മ മൂവ് ചെയ്യും. സോ ദിസ് ടൈപ്പ് ഓഫ് എ ഡിവൈസ്, ഇതാണ് ടോക്കോമാക് സ്കീം എന്ന് പറയും. ഓക്കെ, സോ there are many other reactors type available. So there's a test reactor at Princeton University. അപ്പോൾ അതിന് പല കേസുകൾ, ചിലതിനൊക്കെ ഏകദേശം ബ്രേക്ക് ഈവൻ എത്തിയിട്ടുണ്ട്. ബ്രേക്ക് ഈവൻ എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് പവറിനേക്കാളും കൂടുതൽ ഔട്ട്പുട്ട് പവർ, ഇൻപുട്ട് പവർ ഈസ് ഈക്വൽ ടു ഔട്ട്പുട്ട് പവർ എത്തുന്നത് വരെ, ദാറ്റ് ഈസ് അങ്ങനെയൊക്കെ എത്തിയിട്ടുണ്ട്. സോ there are many other ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഉണ്ട്, ഫ്യൂഷൻ റിയാക്ടേഴ്സിൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് ഉണ്ട്. And I'm not going for that because that's beyond the scope of your topics. നമുക്ക് എന്താണ് ഫ്യൂഷൻ റിയാക്ടർ എന്നും അതിനകത്ത് ഉപയോഗിക്കുന്ന മാഗ്നറ്റിക് കൺഫൈൻമെൻറ്റ് എന്താണ്, അതിനകത്തുള്ള എക്സാമ്പിൾ ആയിട്ടുള്ള ടോക്കോമാക് സ്കീമിനെ പറ്റിയിട്ട് മാത്രം നമുക്ക് ജസ്റ്റ് പഠിച്ചാൽ മതി. സോ ദാറ്റ്സ് അബൌട്ട് ന്യൂക്ലിയർ ഫ്യൂഷൻ. ഇതെല്ലാവരും ഒന്ന് നേരെ ഒന്ന് പഠിക്കുക. And I'm going to stop it right now. Thank you.